ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ പടിയിറങ്ങിയതിനു ശേഷം അവിടെ വന്ന യൂനിസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഹിന്ദുക്കൾക്ക് നേരെയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ ഇപ്പോൾ ദിനംപ്രതി കേൾക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയും വിഗ്രഹങ്ങൾ തകർക്കുകയും ഹിന്ദുക്കളെ പ്രളയ ദുരിതാശ്വാസം ലഭിക്കണം എങ്കിൽ പോലും മതം മാറാനായി പ്രേരിപ്പിക്കുകയും അവിടെയുള്ള ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന വാർത്തകളും നമ്മൾ കേട്ടതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അനുസരിച്ച് ബംഗ്ലാദേശിൽ ഒരു മതമൗലികവാദി കാളി ക്ഷേത്രത്തിൽ കയറി ഒരു വിഗ്രഹം തകർത്തു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ബംഗ്ലാദേശിൽ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി സരസ്വതി ദേവിയുടെ വിഗ്രഹമാണ് ഇസ്ലാം മതമൗലികവാദിയായിട്ടുള്ള ആൾ തകർത്തത്. എന്നാൽ ഈ വിഗ്രഹം തകർത്തു കഴിഞ്ഞ ശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ബംഗ്ലാദേശിലെ ഫരീദ്പൂർ നഗരത്തിലെ കാളി ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. 32 വയസ്സുള്ള മുഹമ്മദ് മിറാജുദ്ദീനാണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി നിർമ്മാണത്തിലുള്ള സരസ്വതി ദേവിയുടെ വിഗ്രഹം തകർത്തത് എന്ന റിപ്പോർട്ടുകളാണ് വന്നത്. ചുറ്റുമതിൽ ഇല്ലാത്ത നിലയിലായിരുന്നു ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അയാൾക്ക് പെട്ടെന്ന് അതിനകത്ത് അതിക്രമിച്ചു കയറാൻ സാധിച്ചു. ഫെബ്രുവരി 3 ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനിരുന്ന വിഗ്രഹമാണ് ഈ മിറാജുദ്ദീൻ എന്ന് പറയുന്നയാൾ തകർത്തത്. ശബ്ദം കേട്ട് സമീപത്ത് താമസിച്ചിരുന്ന ഹിന്ദു വിശ്വാസികൾ അവിടെ ഓടിയെത്തുകയായിരുന്നു. പിന്നീട് അവിടെ സംഭവിച്ചത് ഹിന്ദു വിശ്വാസികൾ ഇത് കണ്ട് ഒരുമിച്ച് സംഘടിച്ച് ഇയാളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇയാളെ പൊതുജെ തല്ലാനും അവസാനം ഇയാൾ ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തി എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. ഹിന്ദു വിശ്വാസികൾ എത്തി ഇയാളെ പിടികൂടി, ഇയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിലാക്കി എന്നും അറിയാൻ സാധിക്കുന്നു. വളരെ വലിയ അവശനിലയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ശരീരത്തിൽ ആകമാനം ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഫരീദ്പൂർ ഇസ്കോൺ ക്ഷേത്രത്തിലെ സരസ്വതി വിഗ്രഹം നശിപ്പിച്ചതിലും ഇയാൾ ഉൾപ്പെട്ടിരുന്നു എന്നും അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള റിപ്പോർട്ടുകളുണ്ട്. ആ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ആ സമയത്ത് ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമാണ് എന്ന് കാട്ടിയാണ് ബംഗ്ലാദേശിലെ പോലീസ് ഇയാളെ വിട്ടയച്ചത്. എന്നാൽ ഇത്തവണ അയാൾക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അയാളുടെ നാഡി ഞരമ്പുകളെല്ലാം ഹിന്ദു വിശ്വാസികൾ കൈകാര്യം ചെയ്തു വിടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.